സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. 50 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PSC പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ചില ക്വസ്റ്റ്യൻസിന് മാത്രം കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു? ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം ലൂയി 16 ലൂയി 16. അപ്പോൾ നമ്മൾ ലൂയി 15 16 എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, ഒരു വിപ്ലവം നടക്കുന്ന സമയത്ത് ഒരുപാട് പേര് മരിക്കും. നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അനുസരിച്ചിട്ട് അതിനൊരു 16 അടിയന്തരം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ലൂയി 16 വിപ്ലവത്തിൻ്റെ സമയത്തുള്ള ചക്രവർത്തി എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം, ഏത് വിപ്ലവത്തെ തുടർന്നാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ പ്രഥമ കോൺസുലായത്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നാണ് നെപ്പോളിയൻ ഫ്രാൻസിലെ പ്രഥമ കോൺസുലായത്. മൂന്നാമത്തെ ചോദ്യം, ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ആരാണ്? ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ചാൾസ് ഒന്നാമൻ രാജാവാണ്. ചാൾസ് ഒന്നാമനാണ് ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ഒന്നും എഴുതുന്നത് ഒരു ലോങ് വരയല്ലേ, ഒരു നീണ്ട വരയിടുമ്പോഴല്ലേ ഒന്നാമതാണ്. അപ്പം ലോങ് പാർലമെൻറ്റ് ചാൾസ് ഒന്നാമൻ എന്നുള്ള രീതിയിൽ ഓർക്കാം. നാലാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂഫോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂഫോ ആണ്. ഞാൻ അവിടെ ജസ്റ്റ് നമ്മൾ ഒരു കാര്യം പ്രവചിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അനിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് നടക്കുന്നതെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ റൂഫോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സോറി എന്നുള്ളൊരു സംഭവം കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ സോറി എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം. അപ്പം നമ്മളവിടെ ഈ പ്രവാചകന്മാർ പറയുന്ന സമയത്ത് സോറി നമുക്കൊന്നും ചെയ്യാനില്ല, വരുന്നത് ഫേസ് ചെയ്യല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സോറി എന്നുള്ള രീതിയിൽ പറയുമല്ലോ ഈ പ്രവചിക്കുന്ന സമയത്ത്. അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ റൂഫോ എന്നുള്ളത് ജസ്റ്റ് അവിടെ നമുക്ക് ചെറുതായിട്ട് ഓർത്ത് വെക്കാം. അഞ്ചാമത്തെ ചോദ്യം, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അവിടെ പിതാവ് സണ്ണ് എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ആ രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ എന്നുള്ള രീതിയിൽ. ആറാമത്തെ ചോദ്യം, കൃത്യവും വ്യക്തവുമായ ഫാക്ടറി നിയമം പാസ്സാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ് കൃത്യവും വ്യക്തവുമായ ഫാക്ടറി നിയമം പാസ്സാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം. അപ്പം ഞാനത് ജസ്റ്റ് ആലോചിച്ചത് നമ്മൾ കേരളത്തിലൊക്കെ ആദ്യം നമ്മൾ ഈ ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി ഈ ആദ്യം വരുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ബൈക്കിൻ്റെ ഒക്കെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബ്രിട്ടൻ ആണല്ലോ, ഇംഗ്ലണ്ടിൽ നിന്നാണല്ലോ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആദ്യത്തെ രാജ്യം എന്നുള്ളത് അവിടെ അങ്ങനെയാണ്. ഞാൻ ആ ബൈക്കിൻ്റെ ഒരു മാനുഫാക്ചറിങ് വെച്ചിട്ടാണ് ആലോചിച്ചത്. നമ്മൾ ഏറ്റവും അത്രയും പഴക്കം വരുന്നൊരു കമ്പനിയാണ്. അപ്പം അവിടെ ആയിരിക്കും ആദ്യത്തെ ഒരു ഫാക്ടറി നിയമം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ രീതിയിൽ കിട്ടുന്നവർ അങ്ങനെയൊന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയതാരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. എടുത്തത്, എട്ടാമത്തെ ചോദ്യം, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 15 എടുത്തത്, ഒമ്പതാമത്തെ ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നതെന്നാണ്? 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ജൂലൈ 4. ഞാനത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ദിലീപിൻ്റെ ജൂലൈ 4 എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഡേറ്റിലാണ് ദിലീപ് ജയിലിൽ നിന്ന് റിലീസാവുന്നത്. അപ്പോൾ ആ സംഭവം വെച്ചിട്ടാണ് നമ്മളവിടെ ഓർത്തത്. അപ്പം വർഷം നമ്മൾ ബേഹാട്ട് ചെയ്യുക 1776 ജൂലൈ 4. ജൂലൈ 4 എന്നുള്ളത് ദിലീപ് ജൂലൈ 4 സിനിമയിൽ റിലീസാവുന്നൊരു ഡേറ്റ് ആണല്ലോ. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. പത്താമത്തെ ചോദ്യം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. 11ാമത്തെ ചോദ്യം, AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. AKG വളണ്ടിയർ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പം അവിടെ നമുക്ക് ഏതോ കാലം ബൈഹാർട്ടായ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് കണക്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. 12ാമത്തെ ചോദ്യം, വിദ്യാപോഷിണി സഭ ആരംഭിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്.
സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ അടുത്ത് എല്ലാ വിദ്യ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഞാൻ അവിടെ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം അയ്യപ്പൻ്റെ 18ാം പടി എന്ന് പറയുന്നത് ആ 18 പടി കെട്ടിയതിൽ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. 18 അടവുകൾ, അങ്ങനെ 18ന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 18 അടവുകൾ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ 18 പടിയൊക്കെ കിട്ടിയത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതൊരു വിദ്യയാണല്ലോ 18 അടവ് പയറ്റുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അയ്യപ്പൻ വിദ്യ എന്നുള്ള സംഭവമൊക്കെ നമ്മൾ അവിടെ ജസ്റ്റ് ആ ഒരു രീതിയിലാണ് ഓർത്ത് വെച്ചത്. ഇനി അതിൽ നല്ലൊരു കണക്ഷൻ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണേ. 13ാമത്തെ ചോദ്യം, മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് മഹാത്മാ അയ്യങ്കാളി എന്നറിയപ്പെടുന്നത്. മഹാത്മാ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അദ്ദേഹത്തിനെ വിളിക്കുന്നത് മഹാത്മാ അയ്യങ്കാളി എന്നുള്ള ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, SNDP യോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മബട സംഘം രൂപീകരിച്ചതാര്? TK മാധവനാണ്. TK മാധവനാണ് SNDP യോഗത്തെ ശക്തിപ്പെടുത്താനായിട്ട് ധർമ്മബട സംഘം രൂപീകരിച്ചത്. അപ്പം നമ്മൾ TK എന്നുള്ളതിൽ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ധർമ്മബട, ബട അവസാനിക്കുന്നു, അവിടെ ആ ടി തന്നെ വെച്ച് തുടങ്ങുന്നു. ഏകദേശം ഒരു അവസാനിക്കുന്നതും തുടങ്ങുന്നതും ഒരേ ലെറ്ററിലാന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തത്. അപ്പം അങ്ങനെ അതിലും എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള കണക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. 15ാമത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായിയാണ്. ജോൺ മത്തായിയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. 16ാമത്തെ ചോദ്യം, കൊച്ചിയിലെ 2ാമത്തെ ജനകീയ മന്ത്രിയാണ് ഡോക്ടർ AR മേനോൻ. കൊച്ചിയിലെ 2ാമത്തെ ജനകീയ മന്ത്രിയാണ് ഡോക്ടർ AR മേനോൻ. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കല്ലറ പാങ്ങോട് സമരം നടന്നത് 1938. രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളിയാണ് KR നാരായണൻ. രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളിയാണ് KR നാരായണൻ. 19, സഖാവ് എന്ന നാടകം ആരുടെ ജീവിത കഥയാണ് അവതരിപ്പിക്കുന്നത്? P കൃഷ്ണപിള്ളയുടെയാണ്. P കൃഷ്ണപിള്ളയാണ് നമ്മൾ സഖാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം സഖാവ് എന്ന നാടകം P കൃഷ്ണപിള്ളയുടെ ജീവിതകഥയാണ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായിട്ട് മലയാളത്തിൽ കാറൽ മാക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് ആരാണ്? സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായിട്ട് മലയാളത്തിൽ കാറൽ മാക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയാണ്. 21ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതിനുശേഷം തപാൽ സ്റ്റാമ്പ് അച്ചടിച്ചപ്പം ആദ്യമായിട്ട് അതിൽ അച്ചടിച്ചത് ഏത് വ്യക്തിയുടെ ഫോട്ടോയാണ്? നമ്മൾ മഹാത്മാഗാന്ധിൻ്റെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. 22ാമത്തെ ചോദ്യം, ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഫ്രഞ്ച് ഭാഷ ഇപ്പോഴും പ്രചാരത്തിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. 23ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. 24ാമത്തെ ചോദ്യം, ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യ ഭാരതീയനാര്? ബാബ ആംതെയാണ്. ബാബ ആംതെ. ആദ്യത്തെ ഭാരതീയൻ ബായിലാണ് തുടങ്ങുന്നത്. ബാബ ആംതെ. ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ബാബ ആംതെ. ഒരു പ്രാഫ് ഉണ്ടല്ലോ പറയുന്ന സമയത്ത്. 25ാമത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937. ഗാന്ധിജി ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 26ാമത്തെ ചോദ്യം, കേരളത്തിലെ കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. കേരളത്തിലെ കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പ്രസിദ്ധമായ ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ ദ്വീപസമൂഹത്തിലാണ് പ്രസിദ്ധമായ ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മാൻ എന്ന് വയ്ക്കുമ്പം മനുഷ്യന്മാരാണല്ലോ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ആ രീതിയിൽ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ആൻഡമാൻ ദ്വീപിലാണ് ഇൻ്റർവ്യൂ ദ്വീപ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഓർക്കാം. എടുത്തത്, ISROയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. ISROയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. 29ാമത്തെ ചോദ്യം, സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏത് ഭാഷയിലാണ്? കന്നഡയാണ്. കന്നഡ. അപ്പോൾ നമ്മളെ മരിച്ചുപോയ പുനീത് രാജ്കുമാർ ഗോഡ് ഓഫ് സാൻഡൽവുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഗോഡ് ഓഫ് സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നു. അപ്പം അത് നമ്മൾ ഒരുപാട് ആ ഒരു സമയത്ത് അത് വീഡിയോ കണ്ട് എനിക്കത് അങ്ങനെ ഞാൻ ജസ്റ്റ് നമുക്ക് മനസ്സിൽ പതിഞ്ഞു പോയതാണ്. അപ്പം ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ കന്നഡ എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കുക.
30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതിയാണ് ആദായ നികുതി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതി ആദായ നികുതിയാണ്. ആദായ നികുതി. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ഏതിനത്തിലാണ് ഉൾപ്പെടുന്നത്? GNP ആണ്. GNP. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ഏതിനത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ GNPയിലാണ്. 32ാമത്തെ ചോദ്യം, ദേശീയ വരുമാനത്തിൻ്റെ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് സഹായകമായത്? GDP ആണ്. GDP. ദേശീയ വരുമാനത്തിൻ്റെ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് സഹായകമായത് GDP ആണ്. 33ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖലയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ്. അടുത്തത് 34ാമത്തെ ചോദ്യം, അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ഏത് മേഖലയുടെ ഭാഗമാണ്? തൃതീയ മേഖലയാണ്. അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ തൃതീയ മേഖലേൻ്റെ ഭാഗമാണ്. അടുത്തത്, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട 3 മേഖലകളാണ് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട 3 മേഖലകളാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. 36, ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെ എങ്ങനെ വിളിക്കുന്നു? ബൗദ്ധിക മൂലധനം എന്ന് വിളിക്കുന്നു. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ബൗദ്ധിക മൂലധനം എന്നാണ് വിളിക്കുന്നത്. 37ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി ഏതാണ്? ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ CSO. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ CSO. 38ാമത്തെ ചോദ്യം, ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് ഈ പറഞ്ഞ ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കുക. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ പ്രാഥമിക മേഖലയുടെ സംഭാവന എത്രയാണ്? 19%. അപ്പോൾ 19% പ്രാഥമിക മേഖലേൻ്റെ സംഭാവനയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ. 40ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 53% സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖലയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 53% സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖലയാണ്. ഒരണ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ. ഒരണ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ. കാവുമ്പായി സമരം നടന്ന വർഷം 1946. കാവുമ്പായി സമരം നടന്ന വർഷം 1946. അടുത്തത് 43ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 44ാമത്തെ ചോദ്യം, 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? TKS മണിയാണ്. TKS മണിയാണ് 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടീം ക്യാപ്റ്റൻ. അത് ഞാൻ ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമ്മൾ കിസാൻ എന്ന് പറഞ്ഞ പടത്തിൽ ആ കപ്പ് നേടുന്നതിൽ കലഭവമണിയാണ് ആ ഒരു ടീമിന് നയിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ ജസ്റ്റ് ഓർത്ത് വെച്ചത്. 45ാമത്തെ പടം, കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ പേര് പൗലോസ് എന്നാണ്. കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ പേര് പൗലോസ് എന്നാണ്. 46ാമത്തെ ചോദ്യം, രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കവി G. ശങ്കരക്കുറുപ്പാണ്. രാജ്യസഭാ അംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി G. ശങ്കരക്കുറുപ്പാണ്. 47ാമത്തെ ചോദ്യം, ടൂറിസം വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം 1986. 1986 ടൂറിസം വ്യവസായമായിട്ട് കേരളം അംഗീകരിച്ചത്. 48ാമത്തെ ചോദ്യം, 1956 കേരളം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം 5 ആയിരുന്നു. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം 5 ആണ്. 49ാമത്തെ ചോദ്യം, കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. 50ാമത്തെ ചോദ്യം, കേരളം ഭരിച്ച ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്യാർവട്ടം രാജവംശം. കേരളം ഭരിച്ച ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്യാർവട്ടം രാജവംശം.